എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മെസ്സി Yes. ലയണൽ മെസ്സി, ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ആൾ ടൈം. ഗോട്ട്. യെസ്, ആളുടെ 37ാമത്തെ ജന്മദിനാണെന്ന്. യെസ്. അപ്പോൾ അതിൻ്റെ ഒരു സ്പെഷ്യൽ വീഡിയോ നമുക്ക് ചെയ്തിട്ട് ഇന്നത്തെ ദിവസം തുടങ്ങാം. തീർച്ചയായിട്ടും. അപ്പോൾ നമ്മുടെ മുത്തിന് മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. അടുത്ത വേൾഡ് കപ്പും ചെക്കന് കളിക്കാൻ പറ്റട്ടെ, വേൾഡ് കപ്പ് ഉയർത്താൻ പറ്റട്ടെ. ഈ കോപ്പ അമേരിക്ക നമ്മൾ ആൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ട്. കിട്ടുമല്ലോ എന്നുള്ളത് നോക്കാം. എന്താണെങ്കിലും വേൾഡ് കപ്പും തുടങ്ങുമ്പോഴേക്കും ചെറുക്കൻ അവിടെ തന്നെ ഉണ്ടാവണം. അതെ, ചെറുക്കൻ ഇതേ ഊർജ്ജസ്വലനായിട്ട് ആള് കളിക്കട്ടെ, കപ്പടിക്കട്ടെ. എന്തായാലും 37ാമത്തെ വയസ്സ് തികഞ്ഞിരിക്കുകയാണ്. 37 വയസ്സായില്ലേ? ഇതൊക്കെ ഒരു വയസ്സാണോ? ഇതൊന്നൊരു വയസ്സല്ല, പക്ഷേ അതല്ലേ 18 വയസ്സ് മുതൽ ആളെ നമ്മളിങ്ങനെ ആസ്വദിച്ചു തുടങ്ങിയതാണ്. സത്യം. അതിനി വേറൊരു കാര്യമുണ്ട്. 16 ഇനി വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇനി 40 അല്ല 45 ആയാലും ആള് കളിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ തന്നെ ആസ്വദിച്ചുകൊണ്ട് ഇരിക്കും. അതല്ല, ഈ വർഷം ഇങ്ങനെ പോകുന്തോറും നമുക്കും ഏജ് ആവുന്നുണ്ടല്ലോ എന്ന് ഓർത്തു പോയതാ. അങ്ങനെ വേണ അതിലേക്ക് ഇപ്പൊ കറക്റ്റാ. ഓക്കെ. എന്തായാലും ഫുട്ബോൾ മാനിയ മലയാളം ഈ ചാനലിൽ വന്ന ഒരു ട്രിബ്യൂട്ട് വീഡിയോ ഉണ്ട്. ആ വീഡിയോ ഒന്ന് കാണാം. 1986 ജൂൺ 29 മെക്സിക്കോയിലെ ആസ്ടെക് സ്റ്റേഡിയം. നിശബ്ദ മുഖങ്ങളാൽ ആനന്ദത്തിലായെത്തിയ സ്വപ്നതുല്യമായ ഒരു ഐതിഹാസിക പുരുഷന്റെ നേതൃത്വത്തിൽ അർജന്റീന ജർമ്മനിയെ കീഴടക്കിക്കൊണ്ട് ലോകകപ്പ് കിരീടത്തിൽ മുത്തം വെക്കുന്നു. ഏകദേശം ഒരു വർഷത്തിനപ്പുറം അവൻ പിറന്നു. തന്റെ പിൻഗാമി എന്ന് സാക്ഷാൽ ഡീഗോ മറഡോണ പറഞ്ഞ ആ യുഗപുരുഷന്റെ ജനനം. മോനെ മാസ്. കാലചക്രം നിമിഷ നേരെ വിശ്രമമില്ലാതെ അലഞ്ഞു. 2018 ജൂൺ 26 ഭൂലോകത്തിൽ മാലോകരുടെ എല്ലാം കണ്ണുകൾ റഷ്യൻ മണ്ണിലേക്ക് നീങ്ങിയേരാവ്. ഇതിഹാസ താരത്തിന്റെ ചലനങ്ങൾ കൊണ്ട് സെന്റ് പീറ്റേഴ്സ്ബർഗിലെ പുൽനാമ്പുകൾ പോലും ഉലകം കൊണ്ട നിമിഷം. അസ്തമയമില്ലാതെ ഉദയമില്ല, അതേപോലെ ഉദയമില്ലാത്ത അസ്തമയവും. അയാളുടെ സംഹാര താണ്ഡവത്തിനായി കാത്തിരുന്ന ആരാധക ലക്ഷങ്ങളും വീഴ്ചക്കായി കാത്തിരുന്ന എതിരാളികളും ഒരേപോലെ ആശ്ചര്യപ്പെട്ട നിമിഷം. നൈജീരിയൻ പ്രതിരോധം കീറിമുറിച്ചുകൊണ്ട് മയിലിന്റെ മയിലാട്ടം പോലെ സുന്ദരമായ ചുവടുകൾക്കൊടുവിൽ അയാളുടെ ബൂട്ടിൽ നിന്നും ആ അഡിഡാ ടെൽസ്റ്റാർ പന്ത് വലക്കണ്ണികളിൽ ചുംബിച്ച നിമിഷം. മലയാളം കമന്റേറ്റർ ആർത്തു വിളിച്ചു, അടയാളകാലമേ ഇത് ഘടികാരങ്ങൾ നിലക്കുന്ന സമയം. സെന്റ് പീറ്റേഴ്സ്ബർഗിൽ സിംഹരാജാവ് എഴുതുന്നു. അതെ, ഇത് അയാളുടെ കഥയാണ്. എല്ലാം നേടിയിട്ടും ഭൂവിധാനം മുഴുവൻ കൈയടക്കി പിടിച്ചിട്ടും കൈവിട്ടുപോയ അമ്പരത്തിന്റെ പേരിൽ ക്രൂശിക്കപ്പെട്ട് പിന്നീട് ആ അമ്പരങ്ങളും കാൽക്കീഴിലാക്കിയ അർജന്റീനിയൻ നായകന്റെ കഥ. His balance is astonishing. His feet are taken, applies the brakes, gets on the other side of the defender. It's amazing. Look at his balance. Better balance than a waiter on a very rocky cruise ship. He stays upright. This man still going. You can't knock him over. Not knocked out. He got straight back up again. There's a good 10 seconds of Messi magic. There's a magnet in that. 1987 ജൂൺ 24 അർജന്റീനയിലെ റൊസാരിയോയിലാണ് ലയണൽ ആന്ദ്രാസ് മെസ്സി എന്ന അത്ഭുത പിറവിയുടെ ജനനം. വിപ്ലവ സ്വപ്നങ്ങളുടെ പ്രതീകമായി ഇന്നും ജനഹൃദയങ്ങളിൽ ജീവിക്കുന്ന ചെഗുവേരയുടെ സ്വദേശമായ സാന്റാഫെ പ്രവേശയിൽപ്പെട്ട അതേ റൊസാരിയോയിൽ. അയാളുടെ ജനനം കാൽപന്ത് കളിക്കാൻ വേണ്ടി മാത്രമായിരുന്നു എന്ന് പറയാം. 5ന്റെ മൊഞ്ചിൽ കൊഞ്ചുന്ന കാലത്തെ എതിരാളികളുടെ മുന്നിൽ നെഞ്ചുമിരിച്ചു നിന്നവനാണ് ലിയോണൽ മെസ്സി. തന്റെ അച്ഛൻ ജോർജ് മെസ്സി പരിശീലിപ്പിച്ച പ്രാദേശിക ക്ലബ്ബായ ഗ്രാൻഡിയോളിയിൽ മെസ്സി കളി തുടങ്ങുമ്പോൾ മെസ്സിക്ക് അന്നത്തെ പ്രായം വെറും 5 വയസ്സായിരുന്നു. വളർച്ചാ ഹോർമോണിന്റെ അപര്യാപ്തത കാരണം ജീവിതം തന്നെ വഴിമുട്ടി പോകുമായിരുന്ന റൊസാരിയോ തെരുവിലെ കുഞ്ഞു പയ്യനെന്ന് അസുവാവാഹമായ നേട്ടങ്ങൾ ഓരോന്നോരോന്നായി തന്റെ കാൽക്കീഴിലാക്കുമ്പോഴും അയാൾ നേടുകയാണ്. ഇനിയും കീഴടക്കാനുള്ള സാമ്രാജ്യങ്ങളെ പന്തിനെ പ്രണയിച്ച് പന്ത് കളിയെ പ്രാണനായി കണ്ട ലയണൽ മെസ്സിയുടെ നേരെ ഇനി മൈതാനങ്ങളോട് വിട പറയുക എന്ന ഡോക്ടറുടെ മൊഴിയെത്തുമ്പോൾ അവന് പ്രായം 11 വയസ്സ് മാത്രമാണ്. ജീവിതേച്ഛയോ ലക്ഷ്യമോ ഉറക്കാത്ത പ്രായം. പക്ഷെ അവൻ ഒന്നറിയാമായിരുന്നു, ഫുട്ബോളാണ് അവന്റെ ജീവിതം.
അതിൽ കണ്ട സ്വപ്നങ്ങളാണ് അവന്റെ പറുദീസ. കളത്തിലിറങ്ങി കളിച്ച് പലപ്പോഴും അവൻ തളർന്നു വീണു. പക്ഷെ പന്തിനോട് ചേരുമ്പോൾ അവൻ അവന്റെ വേദനകളെ മറക്കുകയായിരുന്നു. വീഴ്ചകളിൽ നിന്നും വീണ്ടും ഉയർത്തെഴുന്നേറ്റു. മെസ്സിയുടെ കളി നിരീക്ഷിച്ച ബാർസലോണ സ്പോർട്ടിംഗ് ഡയറക്ടർ അയാളുടെ കഴിവിൽ വലിയ വിശ്വാസം പ്രകടിപ്പിച്ച് കയ്യിൽ കിട്ടിയൊരു നാപ്കിൻ പേപ്പറിൽ എഴുതിയ കരാറിലായിരുന്നു ആ യുഗം തുടങ്ങിയത്. കാലിന് സ്വാധീനം നഷ്ടമായി തുടങ്ങിയ കൊച്ചു പയ്യനിൽ നിന്നും ലോകത്തെ തന്നെ കാൽക്കീഴിലാക്കിയ മിഷിയയിലേക്കുള്ള യാത്രയുടെ ആദ്യത്തെ ചവിട്ടുപടിയായിരുന്നു ആ കരാർ. മരതക ചെപ്പ് തുറന്ന് നിധി നേടിയ അറബിക്കഥയിലെ സുൽത്താനെ പോലെ അയാൾ കളിച്ചു. ഓരോ ചുവടിലും നായികക്കല്ലുകൾ കീഴടക്കി. ഓരോ കളിയിലും തന്റെ വ്യക്തമായ വ്യക്തിമുദ്ര അയാൾ പതിപ്പിച്ചു. ആരും കൊതിച്ചു പോകുന്ന വശ്യമികവോടെയുള്ള നീക്കങ്ങൾ, ഏത് പ്രതിരോധവും കടന്നുപോകാൻ അസാമാന്യ മികവ്. അണുനൂൽ ബന്ധം കൊണ്ടെന്ന വണ്ണം പന്തിന് അദൃശ്യമായ എന്തോ കൊണ്ട് തന്റെ കാലിൽ കോർത്തിടുകയായിരുന്നു അയാളെന്ന് തോന്നിപ്പോകും. ഇതിഹാസങ്ങൾ കൊണ്ട് നിബിഡമാ കാലത്ത് ഐതിഹാസിക നാടോടിക്കഥകൾ യാഥാർത്ഥ്യമാക്കാനായിരുന്നു ശരിക്കും അയാൾ പിറന്നു വീണത്. റൈക്കാർഡ് എന്ന മാന്ത്രികന്റെ കീഴിൽ അന്ന് മുടി നീട്ടി വളർത്തിയ മെലിഞ്ഞൊരു പയ്യൻ 30-ാം നമ്പർ ജേഴ്സിയിൽ കളത്തിലിറങ്ങുമ്പോൾ ആരും ഇത്രത്തോളം പ്രതീക്ഷിച്ചു കാണില്ല. അവൻ വളർന്ന് ഇന്ന് കൊച്ചുകുട്ടികൾ പോലും പഠിക്കുന്ന പാഠപുസ്തകങ്ങളിൽ പോലും കയറിക്കൂടുന്ന മഹാനാകുമെന്ന് ആരും സ്വപ്നം പോലും കണ്ടു കാണില്ല. കിനാവ് കണ്ടതെല്ലാം കാൽക്കീഴിലാക്കി കാറ്റാലൻ കൂടുവിട്ട് പാരീസിന്റെ രാജാക്കന്മാരുടെ കൂട്ടത്തിലേക്ക് പറക്കുമ്പോൾ ഏതൊരു കളിയാരാധകനും ഒന്ന് പതറിയിരുന്നു. കളിമൈതാനിയും ചർച്ചക്കൂട്ടങ്ങളും ഇടറിയ ശബ്ദത്തോടെ ലിയോണൽ ആന്ദ്രാസ് മെസ്സിയുടെ വിടവാങ്ങൽ പുലമ്പി. കാരണം അത്രമേൽ അയാളെ ആ കുപ്പായത്തിൽ പ്രതിഷ്ഠിച്ചിരുന്നു ഫുട്ബോൾ ലോകം. പ്രതീക്ഷ ഗോപുരങ്ങൾ അത്രയൊന്നും വർണ്ണപ്പെടുത്താൻ ആദ്യ സീസണിൽ മെസ്സിക്ക് കഴിഞ്ഞില്ലെന്നത് വിഷമമുള്ള കാര്യമാണ്. എങ്കിലും ഏത് എതിരാളികളുടെയും കത്രിക പൂട്ടുകൾ ഭേദിക്കപ്പെട്ട അയാളുടെ കാലുകൾ ഫ്രഞ്ച് മണ്ണിലും പതിയെ പതിയെ വശ്യതയോടെ ഓടിക്കളിച്ചു. ഒടുവിലൊരു തിരിച്ചുവരവിന്റെ വിളക്കിന് തിരികൊളുത്തി മോഹിപ്പിച്ചുകൊണ്ട് ഒടുക്കം അയാൾ അമേരിക്കൻ മണ്ണിലേക്ക് ചേക്കേറിയിരിക്കുന്നു. വീഴ്ചയും വാഴ്ചയും നിറഞ്ഞ കരിയറിൽ ഇന്നിപ്പോയതാ 10 ലാ ലീഗ, 4 ചാമ്പ്യൻസ് ലീഗ്, 7 കോപ്പ ഡെൽട്ര, 3 ക്ലബ്ബ് ലോകകപ്പ്, 3 യൂറോപ്യൻ സൂപ്പർ കപ്പ്, ലീഗ് 1 തുടങ്ങിയ കിരീട നേട്ടങ്ങൾ. തന്റെ കരിയറിൽ കീഴടക്കിയ കിരീട നേട്ടങ്ങളുടെ നെറുകയിൽ അയാൾ നിൽക്കുന്നു. അമ്പലത്തിൽ തിളങ്ങിയ ചന്ദ്രനെ പ്രേമിച്ച നിലാപൊയ്കയിലെ അംബുജത്തെ പോലെയായിരുന്നു അയാൾക്ക് നേട്ടങ്ങളോടുള്ള പ്രണയം. 7 ബാലൻഡിയോറുകൾ, 6 ഗോൾഡൻ ബൂട്ടുകൾ, ഫിഫ മെൻസ് അവാർഡുകൾ, അങ്ങനെ വ്യക്തി എന്ന നിലക്ക് നേടാവുന്നതെല്ലാം അയാൾ കീഴടക്കി, എല്ലാം സമർപ്പിച്ചു. പക്ഷെ അയാളിൽ അപ്പോഴും പൂർണ്ണമായ എന്തോ ഒന്ന് ഒഴിവുണ്ടെന്ന് ഓരോരുത്തരും ചൂണ്ടിക്കാണിച്ചത് തന്റെ രാജ്യത്തിനായി ഒരു കിരീടവാഴ്ചയില്ല എന്നതായിരുന്നു. ഒന്നുമില്ലായ്മയിൽ നിന്ന് കുതിച്ചു വന്നവർക്ക് മുൻഗാമിയുടെ വീരചരിത്രത്തിലെ കഥകൾ കൊണ്ട് വിമർശനം നേരിടേണ്ടി വന്നില്ല. പക്ഷെ അയാളുടെ മുൻഗാമികൾ കഥ പണിതിട്ടുണ്ട്. അയാൾ ക്രൂശിക്കപ്പെട്ടിട്ടുമുണ്ട്. എല്ലാം ചെയ്ത് കുതിച്ചു കീഴടക്കിയിട്ടും ഒടുക്കം ഫൈനൽ മത്സരങ്ങളിലെ ഭാഗ്യദോഷം തന്റെ വഴിമുടക്കിയായി നിന്നപ്പോൾ അയാളെന്ന നായകനെ നഷ്ടമായത് വിശ്വലോക കിരീടവും കോപ്പ അമേരിക്കയുമായിരുന്നു. 2018 ലോകകപ്പിലേക്കുള്ള അവസാന പഴുതിയിൽ സ്വപ്നം പോലും മറന്ന ജനതയെ സമുദ്രനിരപ്പിൽ നിന്നും 9,000-ഓളം മീറ്റർ ഉയരത്തിൽ നിലകൊള്ളുന്ന ഇക്ഡോർ സ്റ്റേഡിയത്തിൽ ആതിഥേയരെ നേരിടണം. ലോകകപ്പിലേക്കുള്ള പ്രതീക്ഷയുടെ അവസാന തുടിപ്പ്. ശ്വാസം പോലും മുട്ടുന്ന ആ അന്തരീക്ഷത്തിലേക്ക് പ്രതീക്ഷയുടെ അമിതഭാരവും ആശയുടെ തീനാളവുമേന്തി അയാൾ ബൂട്ട് കിട്ടി. സ്വപ്നതുല്യമായ പ്രകടനം കൊണ്ട് അർജന്റീനയെ ലോകകപ്പിന്റെ വേദിയിലേക്ക് വൈകടത്തി അയാൾ നിശ്വാസം പൂണ്ടുനിന്നു. പക്ഷെ അതൊന്നും കൊണ്ട് അയാൾ തൃപ്തനായിരുന്നില്ലായിരുന്നു. 2014 ലോകകപ്പ് ഫൈനലിൽ അവസാനം എല്ലാം അസ്തമിച്ചപ്പോൾ തന്നെ തേടി വന്നത് ഏറ്റവും മികച്ച താരത്തിനുള്ള പുരസ്കാരമായിരുന്നുവെങ്കിലും നഷ്ടമായ ആ സ്വർണ്ണ തൂവലിന്റെ നീറ്റലിൽ പൂണ്ട അയാളുടെ മുഖത്തൊരു നിർവികാരമായൊരു അവസ്ഥയായിരുന്നു കണ്ടത്. ഒരടിക്കും തിരിച്ചടി കൊടുക്കാതെ ഒരു കാലവും കടന്നുപോയിട്ടില്ല. കിരീട ലക്ഷ്യത്തിലേക്ക് ഊർജ്ജസ്വലമായ പടക്കൂട്ടവും അതിലേറെ ടീമിന്റെ സ്പന്ദനമറിഞ്ഞ പരിശീലകനും കൂട്ടിന് ലഭിച്ചപ്പോൾ അയാൾ തന്റെ കിനാവ് പൂർത്തീകരിക്കാൻ കച്ചകെട്ടിയിറങ്ങി. പോരാട്ട വീതിയിലെല്ലാം മടക്കി പിടിച്ചൊടുക്കം ബദ്ധവൈരികളെ അവരുടെ നാട്ടിൽ കീഴടക്കി കിരീടം ചുംബിച്ചു. അതെ, ബ്രസീലിയൻ മണ്ണിൽ കോപ്പയുരുണ്ടപ്പോൾ അവസാനത്തെ ചിരികളിൽ ഏറ്റവും തിളക്കമുള്ളത് അയാളുടേതായിരുന്നു. And Lionel Messi and Argentina are champions. No one would have possibly imagined Argentina as Copa America champions. No one. They got it. Lionel Messi during this tournament, top goal scorer, top assists.
Well, the debate for the best player on the planet, the best player of all time, should never come down. ആരാധകരുടെ ഇടനെഞ്ചിൽ തീർത്ത കൊട്ടാരത്തിൽ രാജാവിന്റെ ചെങ്കോലും കിരീടവും കൈയടക്കിയ മിശിഹ 2022 അത്തറിന്റെ മണമുള്ള ഖത്തറിൽ അറബിപ്പട്ടിന്റെ ചേലും മരുഭൂമിയുടെ വിശാലതയുമായി നടന്ന ഫുട്ബോൾ വിശ്വമാമാങ്കവും തന്റെ പേരിൽ കുറിച്ചു. അതെ, ഒടുക്കമാ കിരീടത്തിന് അയാളുടെ ചുംബനം ഒരലങ്കാരമായി മാറി. ഒരായുസിന്റെ ആത്മകാവ്യത്തിന് പൊൻതൂവലിൽ രക്തം ചാലിച്ച് അയാൾ പുതിയ അധ്യായം കുറിച്ചു. റൊസാരിയോ തെരുവിന്റെ മുത്തശ്ശിമാർക്ക് പറയാൻ ഇനിയും ഒരു നാടോടി കഥ കൂടി അയാൾ ഖത്തറിൽ നിന്ന് സ്നേഹത്തിന്റെ പുഷ്പക വിമാനത്തിൽ കൊടുത്തയച്ചു. ബ്രസീലിയൻ മണ്ണിൽ വീണുടഞ്ഞ സ്വപ്നങ്ങൾ ചുമലിലേറ്റി ആണ്ടുകളും നാഴികകളും കടന്ന് ഖത്തറിന്റെ മണ്ണിൽ സ്വപ്നനിധി നേടിയെടുത്ത ആ പടനായകന്റെ കഥയാണിത്. അർജന്റീനിയൻ കെട്ടുകഥകളിൽ നിങ്ങൾ നായകനാണ്, എതിരാളികളുടെ കാട്ടുകഥകളിൽ നിങ്ങൾ വില്ലനുമാണ്. കളം നിറയുന്ന കാലത്തോളം ആർപ്പ് വിളിക്കുന്ന അതരങ്ങൾ അയാൾക്കായി വിളിച്ചു കൂവും. അർജന്റീന കപ്പ് കയ്യില് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. Finally, Scaloni will be fated. Messi will be sainted. France this time ഇടയിൽ ഫൈനൽ സ്മാർട്ട് Lionel Messi has conquered his final peak. ഇനിയും എത്ര നാളാണ് ആ ഇടംകൽ പുൽമൈതാനങ്ങളെ പുളകിതമാക്കുന്ന കാഴ്ച കാണാമെന്നറിയില്ല. നിങ്ങൾ മിശിഹയാണ്, കുരിശിലേറ്റപ്പെട്ടാലും ഉയർത്തെഴുന്നേറ്റ മിശിഹ, ക്രൂശിച്ച നാവുകൾ കൊണ്ട് വായിത്തിക്കുന്നവൻ, ഒരു 100 കാലത്തിന്റെ മഹാത്ഭുതം, നിർവചിക്കാൻ വചനങ്ങൾ തികയാതെ വരുന്ന ഒരു മഹാത്ഭുതം, നിരാകരിക്കാൻ എതിരാളികൾക്ക് പഴുതൊന്നും ബാക്കി വെക്കാത്ത ഇതിഹാസം. അയാൾ റൊസാരിയോയുടെ നായകനാണ്, ആ ജനതയുടെ രാജകുമാരനാണ്, കെട്ടുകഥകളിലെ കിരാതമുഖങ്ങളെല്ലാം വലിച്ചു കീറിയ പോരാളിയാണ്, മാണിക്യവും മരതകവും മാരിവില്ലും നിറഞ്ഞ മാൻപേടയും മയിലും നൃത്തം വെക്കുന്ന കുയിലും കുരുവിയും ഗാനമാലപിക്കുന്ന മുത്തശ്ശി കഥയിലെ എല്ലാം വിജയിച്ച നായകനാണ്. സത്യം. വാട്ടെ വീഡിയോ. അതൊക്കെ സിമ്പിൾ, നിസാരം. എന്റെ മോനെ കാണുമ്പോ ഈ 2022 പോകുന്നു പറഞ്ഞില്ലേ, കാരണം അതുവരെ കാത്തു സൂക്ഷിച്ചു വെച്ച ഒരുപാട് വിമർശനങ്ങൾക്കുള്ള ഒരു മറുപടി എന്ന് പറഞ്ഞാൽ അത് അവര് അർജന്റീന ടീമിന് മാത്രമല്ല അർജന്റീനയുടെ ഓരോ ആരാധകനും പറയാനുണ്ടായിരുന്നു ഒരുപാട് സാധനങ്ങൾ പറയാൻ പറ്റിയൊരു ദിവസമായിരുന്നു. എനിക്ക് തോന്നുന്നു ഫുട്ബോൾ ആരാധകരിലെ ഏറ്റവും കൂടുതൽ കരഞ്ഞ ഫാൻസ് അത് അർജന്റീന ഫാൻസാണ്. ആ ഫാൻസിന് ഇത്രത്തോളം സന്തോഷം നൽകിയ ഒരു രാജകുമാരൻ, ആ ആളുടെ 37ാമത്തെ പിറന്നാളാണെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്. കൊറേ പോട്ടെ, ഇനിയും അദ്ദേഹം ഇതേപോലെ തന്നെ അടുത്ത വേൾഡ് കപ്പും ഒക്കെ നമ്മൾ കാണണം എന്നാണ് നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും എന്താ പറയാ, ഒരുപാട് സ്നേഹത്തോടെ ഒരുപാട് സന്തോഷത്തോടെ നമ്മൾ എന്താ പറയാ ബർത്ത്ഡേ വിഷസ്, മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ ലയണൽ മെസ്സി. ധാരാളം അല്ലേ, സിംഹലടാ. എനിക്ക് ആ സാധനം കേട്ടപ്പോ എനിക്ക് അതായത് അല്ലേ നമ്മുടെ മലയാള കമന്ററി ഇല്ലേ, ഘടികാരങ്ങൾ അതായത് അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് രോമണി അതങ്ങ് കേട്ടപ്പം വേറൊരു ലെവലിലേക്ക് അങ്ങ് പോയി. എന്താണെങ്കിലും ഗംഭീരമാകട്ടെ. ഇനിയും ഈ ഒരു കോപ്പയും അടുത്ത വേൾഡ് കപ്പും അതും കൂടി ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പറ്റുകയാണെങ്കിൽ തന്നിട്ട് പോകണം. ഇത്രയും കാലം അതായത് ഒട്ടും അത്യാഗ്രഹമില്ലാത്ത ആരാധകരും കൂടിയായിരുന്നു അർജന്റീന ഫാൻസ്. ഒന്ന് മതി, ഒന്ന്, അത് ഞങ്ങൾക്കല്ല, അത് അങ്ങേർക്ക് വേണ്ടി, അതായത് മെസ്സിക്ക് വേണ്ടി എന്നുള്ളതായിരുന്നു. ഇപ്പം ഞങ്ങൾ അത്യാർത്ഥിയുടെ ഏറ്റവും പരമോന്നതയിലാണ്, ഏറ്റവും മുകളിൽ. ഞങ്ങൾക്ക് തികഞ്ഞിട്ടില്ല, ഞങ്ങൾ ഇനിയും ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും അതിനകത്ത് വേറെ തെറ്റൊന്നും പറഞ്ഞിട്ടില്ല. ഒരുപാട് ആഗ്രഹിച്ചാലേ എന്തെങ്കിലും കിട്ടുള്ളൂ എന്നുള്ളത് തന്നെയാണ്. ഇത് നമ്മൾ പുറത്ത് കാണിക്കുന്നില്ലായിരുന്നെങ്കിൽ പോലും നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച സാധനമാണ് അർജന്റീന ഒരു വേൾഡ് കപ്പ് എടുക്കണം എന്നുള്ളത്. അത് പുറത്ത് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റൂലായിരുന്നു. അമ്മാരി തലക്കടിയായിരുന്നു എന്തെങ്കിലും ചെയ്യുമ്പോൾ കിട്ടിക്കൊണ്ടിരുന്നത്. ഞാൻ നന്നായിട്ട് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട്, ഞാൻ നന്നായിട്ട് കരഞ്ഞിട്ടുണ്ട്. ആൾക്ക് വേണ്ടി ഞാൻ ഏറ്റവും കൂടുതൽ കരഞ്ഞിട്ടുണ്ട്. ഞാനൊക്കെ എൻ്റെ ദൈവം എനിക്ക് ആലോചിക്കാൻ പറ്റില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു എൻ്റെ നല്ല ഒരു സമയം ഒരു 10 വർഷത്തിനടുത്തോളം
ഞാൻ ആൾക്ക് വേണ്ടി മാത്രം ചിലവാക്കിയിട്ടുണ്ട്. മെസ്സി ബാഴ്സലോണയുടെ കളി ഉണ്ട് എന്നുള്ളതിന് മാത്രം ഞാൻ സമയങ്ങൾ തള്ളി നീക്കി എത്ര ദിവസം കണ്ടെന്ന് അറിയാം. സത്യമായിട്ടും കേട്ടോ. ബാഴ്സലോണയുടെ കളിയുടെ അല്ലോ കേട്ടോ, ഞാൻ അർജന്റീന ഫാൻ ആയതിനു ശേഷം ഗബ്രിയോ ബാറ്റിസ്റ്റൂട്ട് ഉണ്ടായിരുന്ന സമയം മുതൽ അർജന്റീനയോടുള്ള ഇഷ്ടം തുടങ്ങിയത്. അതിനുശേഷം ഇതുവരെ ആ ടീമിൽ നിന്നൊന്നും മാറി ചിന്തിക്കാൻ പോലും മനസ്സിൽ തോന്നിയിട്ടില്ല. കാരണം അയാൾ തീരുമ്പോഴേക്കും അടുത്ത ആള് വന്നോണ്ടിരിക്കുകയാണ്. അല്ല, അർജന്റീന കളി എപ്പോഴെങ്കിലും ഉണ്ട്. അതെ, അതായത് ഞാൻ ഓരോ ദിവസങ്ങളിലും, അതായത് ഇപ്പോൾ ഒരു 3 ദിവസം 4 ദിവസം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും അടുത്ത കളി ബാഴ്സലോണയുടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടേ ഈ 4 ദിവസം കഴിയട്ടെ എന്നാഗ്രഹിച്ച് വേറെ ഒന്നും ചെയ്യുന്നില്ലല്ലോ, ഈ കളി കാണുക, അത് മാത്രമേ ഉള്ളൂ. അങ്ങനെ അതിനു വേണ്ടി മാത്രം വർഷങ്ങൾ കളഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഗംഭീരമായിട്ടുള്ള ദിവസങ്ങളും നല്ല എത്ര പറയാ ഒരുപാട് വർഷങ്ങൾ അടിപൊളിയായിട്ട് ജീവിക്കാനുള്ള എല്ലാ നന്മകളും നേരുന്നു. ഞങ്ങൾ എന്തായാലും പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ കാണാം. ബൈ ബൈ.